ഞങ്ങളുടെ മലപ്പുറത്ത് തുറക്കൽ എന്ന സ്ഥലത്ത് ഫേമസ് ആക്കിയ അപ്പമാണ് തുറക്കലപ്പം. സംഭവം അടിപൊളിയാണ് കേട്ടോ. തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരാളാണ് കേട്ടോ. ആദ്യം തന്നെ തിളപ്പിച്ചാറിയ പാലിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് അല്പം പഞ്ചസാരയും ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് മൈദമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്തിട്ട് ഈ മിക്സ് ഒന്ന് മെല്ലെ മെല്ലെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. പിന്നെ അത് അടച്ച് വെച്ച് നമുക്കൊന്ന് കുറച്ച് നേരം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോണൈസ്, ചമ്മന്തി, ചിക്കൻ വേവിച്ച് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മുട്ട പുഴുങ്ങി എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളവും കാര്യങ്ങളും വേണമെങ്കിൽ താഴെ ക്യാപ്ഷനിലുണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് പൊടി വിതറിയിട്ട് മാവ് പരത്തിയെടുക്കാം. വലുതാക്കി പരത്തുവാണെങ്കിൽ കുറേ എണ്ണം ദിമിന്നെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് അതിലേക്ക് പിന്നെ നമ്മൾ ഓരോ കൂട്ടുകളായിട്ട് വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് മയോണൈസ്, പിന്നെ ചമ്മന്തി, പിന്നെ ഏറ്റവും മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു ഷീറ്റും കൂടി പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവിന് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. എന്നിട്ട് പിന്നെ നമ്മൾ ആ അടപ്പെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നേരെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. വെറുതെ പറയണതല്ല, സംഭവം നല്ല ടേസ്റ്റാണ്. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിപ്പോൾ തന്നെ പലഹാരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അയച്ചു കൊടുക്കണേ. ഓക്കെ, താങ്ക് യു.